എന്ത് സിനിമയുടെ ഇത്? വെറുതെ സമയം പോയി. പുള്ളിയുടെ പടം നമ്മൾ മുമ്പും കണ്ടിട്ടില്ലേ? എനിക്കത്ര വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അത് നീ പുറത്തത്ര പടങ്ങളൊന്നും കാണാത്തോണ്ടാ. പിന്നെ പുറത്തുള്ള പടങ്ങളൊക്കെ ഭയങ്കര കേമല്ലേ? സ്റ്റോറി അല്പം പ്രശ്നമാണ്, പക്ഷെ ടേക്കിങ്സും ക്യാമറയൊക്കെ നന്നായിട്ടുണ്ട്. ഞാനിങ്ങനെ വേർതിരിച്ചൊന്നും നോക്കാറില്ല. മൊത്തത്തിൽ പടം ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നാ ഞാൻ നോക്കുക. ആ നായകൻ മരിക്കുന്ന സമയത്ത് എഡിറ്റിംഗ് ശ്രദ്ധിച്ചായിരുന്നു? എന്തല്ലേ അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്? എടാ, നീ എഡിറ്റിംഗ് അല്ലേ നോക്കിയത്? ഞാൻ ആ നായികയുടെ റിയാക്ഷനാ നോക്കിയത്. അവര് ചിരിക്കായിരുന്നോ കരയായിരുന്നോ? എടാ, ഇതെന്തോ ആക്സിഡന്റ് ആണെന്ന് തോന്നല്ലോ. ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. എന്തായാലും ആക്സിഡന്റ്, നമുക്ക് പോലീസിനെ വിളിച്ച് പറയാം. എടാ, അതൊക്കെ പണിയാവും. എനിക്ക് വെളുപ്പിനെ പോകാനുള്ളതാ. ഇതിന്റെ പിറകെ എന്ന് അവന്മാർ കുഴപ്പിക്കും. അങ്ങനെ പറയാതടാ. എന്തായാലും സ്റ്റേഷനിൽ വിളിച്ച് പറയാം. അവർ വന്ന് നോക്കട്ടെ. ആ ശരി. ഹലോ, പോലീസ് സ്റ്റേഷൻ. എടോ, ഈ ജോൺസന്റെ നമ്പർ ഞാനിവിടെ എവിടെയോ എഴുതി വെച്ചിരുന്നതാ. അല്ല, അത് ഫോണിലില്ല. ഫോണിൽ അതൊന്നും നോക്കിയിട്ട് കാണുന്നുമില്ല. കാര്യം അവൻ അങ്ങോട്ട് പോകാനുള്ള സാധ്യത ഒന്നും തീരെയില്ല. എന്നാലും ഞാനൊന്ന് അന്വേഷിക്കാന്ന് കരുതിയിട്ടാ. എടോ, ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. എന്താണ് സാർ? ഫാദർ ഇത് സ്റ്റേഷൻ വരെ വരണം. ഞങ്ങളുടെ കൂടെ SI സാർ പറഞ്ഞു വിട്ടതാ. അല്ല, എന്താ കാര്യമെന്ന് പറയും? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഫാദർ വരൂ, അവിടെ ചെന്നിട്ട് കാര്യം സംസാരിക്കാം. എങ്കിൽ പിന്നെ ഞാൻ ഈ വീടൊന്ന് പൂട്ടിക്കോട്ടെ. ആയിക്കോട്ടെ. പോവാം ഫാദർ. ഓ, നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. ശരി, ആയിക്കോട്ടെ. കേറിക്കോളൂ. എവിടുന്ന ഇത്രയും കാശ്? ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അല്ലേ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പണം കുറവുണ്ടെന്ന് പറഞ്ഞത്? വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാൻ പണമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഈ വീട്ടിൽ പണമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതുപോലെ ഈ വീട്ടിൽ അവിടെ എവിടെയായി കുറച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കഞ്ഞിയും കറിയും വെച്ച് കളയാനുള്ളതല്ല. അതിന് അതിൻ്റെതായ ചില ലക്ഷ്യങ്ങളുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പച്ചയ്ക്ക് പറഞ്ഞ, നമ്മുടെ മോനെ കൊന്നവന് വേണ്ടി പ്രതികാരത്തിന് എത്ര കാശ് വേണോ അത്രയും കാശ് ഈ വീട്ടിനകത്തുണ്ട്. അതൊരു വഴിപാട് സംഖ്യയായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാ. എത്ര ഗതികെട്ടാലും വഴിപാട് കാശെടുത്തൊന്നും ചെയ്തൂടല്ലോ. ഇപ്പോ ആർക്ക് കൊടുക്കാനാ? ഉടമ എത്തി. എന്തായി? പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നിൽ നിന്നാ ഇടിച്ചത്. അവൻ തെറിച്ചു വീഴുകയും ചെയ്തു. തീർന്നോ എന്നാ ചോദിച്ചത്? രക്ഷപ്പെടാൻ സാധ്യതയില്ല സാർ. ആ വഴിയിലെങ്ങാനും CCTV ക്യാമറ മറ്റോ ഉണ്ടോ? ഇല്ല. നന്നായി. അപ്പൊ കണ്ടെത്താൻ കുറച്ച് വൈകും. താൻ പോയിക്കോ. ശരി സാർ.
പറഞ്ഞോ? ആ ചിലപ്പോ അങ്ങനെ ഒരു വാർത്ത വരാം. അത് യോഗം പോലെ ഇരിക്കും. എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങളെ ചങ്ങലിക്കിടേണ്ട സമയം കഴിഞ്ഞു. അത്രയ്ക്ക് ഭ്രാന്തുണ്ട് നിങ്ങൾക്ക്. എന്ത് ചെയ്യാനാ ലക്ഷ്മി, ഈ ഭ്രാന്ത എന്നെ ഇപ്പൊ ഇങ്ങനെ ജീവിപ്പിക്കുന്നത്. ഈ ഭ്രാന്ത എന്നെ ഇപ്പൊ നടത്തുന്നത്. ഈ ഭ്രാന്ത എന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുന്നത്. കുട്ടിച്ചന് ഭ്രാന്ത ലക്ഷ്മി. പക്ഷെ ഈ ഭ്രാന്ത് എനിക്കിഷ്ടമാ, വല്ലാത്ത ഇഷ്ടമാ. നമസ്കാരം സാർ. നമസ്കാരം. എന്തിനാ വിളിപ്പിച്ചത്? KL21W9588. ഈ വണ്ടി നമ്പർ ഫാദറിന് പരിചയമുണ്ടോ? ഉണ്ടല്ലോ, അത് അരുണിന്റെ ബൈക്ക് നമ്പറാ. ഡോക്ടർ അരുൺ അല്ലേ? അതെ സാർ. എന്താ സാർ? ഡോക്ടർ അരുൺ ഫാദറിന്റെ... അവൻ എൻ്റെ മോനാണ്, എൻ്റെ കൂടെ തന്നെയാണ്. ഇത് അരുണിന്റെ മൊബൈൽ അല്ലേ? അതെ സാർ. സാർ, എൻ്റെ കുഞ്ഞിനെന്താ പറ്റിയത്? ഇവിടെ നിന്ന് കുറച്ചപ്പുറത്ത് പുതിയകാവുന്നൊരു സ്ഥലമുണ്ട്, ഫാദറിന് അറിയാലോ. ആ, അവിടെ ഒരു കാട് പിടിച്ച ഏരിയയിൽ അരുണിന്റെ ബൈക്ക് കണ്ടെത്തി. സാർ, വഴിപോക്കര് വിളിച്ച് പറഞ്ഞിട്ടാ ഞങ്ങൾ അവിടെ എത്തുന്നത്. സെർച്ച് ചെയ്തപ്പോ വണ്ടി ഒരു ആക്സിഡന്റിൽ പെട്ടതുപോലെയാ തോന്നിയത്. ഫോൺ അവിടെ നിന്ന് കിട്ടിയതാ. അപ്പൊ അരുൺ? അതാണൊരു കൺഫ്യൂഷൻ. അതൊരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. അധികം ആളുകളൊന്നും പൊതുവെ അവിടെ പോകാറില്ല. ചുറ്റുമുള്ള ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ തിരക്കിയിരുന്നു. അവിടെ ഒന്നും ഇങ്ങനെ ഒരാൾ എത്തിയിട്ടില്ല. സാർ, അപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും തോന്നുന്നില്ല. പക്ഷെ ഇങ്ങനൊരു സംഭവ സ്ഥലത്തുനിന്ന് ഒരാൾ മിസ്സാകുക എന്ന് പറഞ്ഞാൽ അതിലൊരല്പം ദുരൂഹതയുണ്ട്. ഞാനിപ്പോൾ ഫാദറിനെ വിളിപ്പിച്ചത് അരുണിന് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ഇല്ല സാർ. അതിപ്പോൾ വ്യക്തിപരമായിട്ടാവാം, അരുണിന്റെ പ്രൊഫഷണലിന്റെ പേരിലാവാം. അങ്ങനെ എന്തെങ്കിലും ഫാദർ ഒന്ന് ഓർത്തു നോക്കിയേ. അങ്ങനെയൊന്നുമില്ല സാർ. അവൻ എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്നവനാ. അവൻ അങ്ങനെ ശത്രുക്കൾ ആരുമില്ല. ഓക്കെ, എങ്കിൽ പിന്നെ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സാർ, ഹീസ് ആൻ ഓർഫൻ. അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ കണ്ടെത്തണം. ഫാദർ വിഷമിക്കാതിരിക്കൂ. ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ അന്വേഷിച്ചു എന്ന് പറയുന്നത് ഒരു നോർമൽ പ്രൊസീജിയറാ. അരുണൊരു ഡോക്ടറല്ലേ. എന്തെങ്കിലും ചെറിയ പരിക്കുണ്ടെങ്കിൽ അയാള് സ്വയം ചികിത്സിച്ചതാവാം. പക്ഷേ അവനെവിടെ? അതാണ് നമ്മളെയും കുഴപ്പിക്കുന്നത്. എനിവേ, നമുക്ക് നോക്കാം ഫാദർ. ഫാദർ ഇപ്പം പൊയ്ക്കോളൂ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ ഫാദറിനെ വിളിക്കാം. അതല്ല, അരുൺ ഫാദറിന്റെ അടുത്ത് എത്തുകയാണെങ്കിൽ ഫാദർ ഞങ്ങളെ അറിയിക്കുക. സാറേ, എൻ്റെ കുഞ്ഞു കുറച്ച് മാനസിക പ്രയാസത്തിലായിരുന്നു. എന്താ കാരണം? അത് അവൻ വിവാഹം കഴിക്കാനിരുന്ന കുട്ടിയുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായതിൻ്റെ പേരിൽ. അതൊക്കെ ഇപ്പൊ സ്വാഭാവികമല്ലേ ഫാദർ? അതിൻ്റെയൊക്കെ പേരിൽ ഡോക്ടർ അരുണിനെ പോലുള്ള ഒരാൾ എന്തെങ്കിലും സാഹസം കാണിക്കുമോ? അതിന് മാത്രമുള്ള പ്രശ്നമുണ്ടോ? ഇല്ല, അവർ തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എന്തായാലും നമുക്ക് തിരക്കാം ഫാദർ. സാർ, വിട്ടുവീഴ്ച കാണിക്കരുത്, എൻ്റെ അപേക്ഷയാണ്. ഫാദർ പേടിക്കണ്ട. അരുണിനെ കുറിച്ചുള്ള അന്വേഷണം കാര്യക്ഷമമാക്കുന്നുണ്ട്, അത് ഞാൻ ഉറപ്പുവരുന്നു. ആ മോളെ, മൈഥിലി സാരം കൂടി ഇല്ലേ? ഉണ്ട് ഫാദർ. ഒന്ന് വിളിക്കാവോ? ഫാദർ കയറിയിരിക്കെ. ഓ, ഫാദർ എന്താ ഇരിക്കാത്ത? ഇരിക്കാലോ. ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. ഇനി എപ്പോഴാ ഉറക്കം? കുറച്ചേരം പഠിച്ചിട്ട്. ഗുഡ്. ആ, എന്താ ഫാദർ ഈ നേരത്ത്? കാര്യമുണ്ട്. സാരംഗേ, മുമ്പൊരിക്കൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ച് ഞാൻ സാരംഗിനെ കാണാൻ വന്നിരുന്നു. അന്നൽപ്പം രൂക്ഷമായ ഭാഷയിലാണ് സാരംഗ് എന്നോട് സംസാരിച്ചത്. ഈ കഴിഞ്ഞ ദിവസം
അതിനേക്കാൾ രൂക്ഷമായ ചില കാര്യങ്ങളുണ്ടായി. എന്നോടല്ല, അരുണിനോട്. ഫാദർ പകരം ചോദിക്കാൻ ഇറങ്ങിയാണോ? ഞങ്ങൾ വൈദികർക്ക് പകയും പ്രതികാരമൊന്നുമില്ല കുഞ്ഞെ. മൈഥിലി, ഞാനിപ്പോ വരുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അരുണിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവന്റെ ബൈക്ക് ഒരു അപകടത്തിൽപ്പെട്ട് റോഡരികിൽ കിടക്കുന്ന കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ എങ്ങും അവനില്ല. ഫാദർ എന്തൊക്കെയാ പറയുന്നത്? അതെ, പോലീസുകാരുടെ നിഗമനങ്ങൾ കേട്ടാ നമ്മൾ പേടിച്ചു പോകും. അവനെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. സത്യമാണ്. എനിക്കെന്റെ കുഞ്ഞിനെ വേണം. താൻ അവൻ എന്തെങ്കിലും ചെയ്തോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. അവന് വേറെ ശത്രുക്കൾ ആരുമില്ല. എന്താ ഉറപ്പ്? ഇവിടെ ചെയ്യുന്ന പോലെ മറ്റെവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ? ഛേ, ഒന്ന് മിണ്ടാതിരിക്കുക സാരംഗ്. ഫാദറിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ആ മാന്യതയെങ്കിലും കാണിക്കണം. അരുണിന്റെ സുഖവിവരത്തെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അരുണിനെ കാണാണ്ടായ കാര്യ. അരുണങ്കളുടെ കാര്യം പറയുമ്പോ അമ്മ എന്തിനാ അച്ഛനോട് വഴക്കൂടുന്നത്? യാമി, നീ മിണ്ടാതിരിക്കെ. അച്ഛൻ ആവശ്യമില്ലാതെ കുറ്റം പറയാൻ പറ്റില്ല. മിണ്ടാതിരിക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? മുതിർന്നവര് കാര്യങ്ങൾ സംസാരിക്കുമ്പോ ആവശ്യമില്ലാതെ കയറി ഇടപെടണ്ട. ഇടപെട്ട സാരംഗേ, സമാധാനത്തിന്റെ വഴി ശീലിച്ചൊരു വൈദികനാണ് ഞാൻ. എന്റെ മോനെ വേണമെങ്കിൽ നിങ്ങളുടെ ആരുടെയും കൺവെട്ടത്തിൽ പോലും വരാതെ ഈ നാട്ടിൽ നിന്ന് ഞാൻ മാറ്റി നിർത്താം. പക്ഷേ അവനൊന്നും പറ്റാതെ എനിക്ക് കിട്ടണം. ഫാദറെ, ഫാദറിന്റെ സംസാരം കേട്ടാ ഞാൻ ഏതോ വലിയ കൊള്ളക്കാരനാണെന്ന് ആളുകൾ കരുതും. എനിക്ക് അവനോട് പക തീർക്കണമെങ്കിൽ ഇങ്ങനെ ഒരു വഴി വേണമെന്നില്ല. ഫാദർ വിധിയിൽ വിശ്വസിക്കുന്ന ആളല്ലേ. അരുതാത്ത കാര്യങ്ങൾ ചിലത് ചെയ്താൽ ദൈവശിക്ഷ കിട്ടില്ലേ ഫാദർ? ദൈവശിക്ഷയുടെ പേരിൽ അഹങ്കരിക്കാൻ നിനക്കെന്താ കുഞ്ഞവകാശം? ഈ കുപ്പായത്തിനകത്ത് കയറിയാൽ ചില കാര്യങ്ങളിൽ നിയന്ത്രണം എനിക്ക് കിട്ടാറില്ല. അതിലൊന്നാണ് എൻ്റെ മോൻ്റെ കാര്യം. അവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ സാരംഗാണെന്ന് എനിക്ക് ബോധ്യമായാൽ അന്ന് ഞാൻ ഈ ലോഹം ഊരിവെക്കും. കാരണം ആയുധം കയ്യിലെടുക്കുന്ന ഒരാൾക്ക് ഈ തിരുവസ്ത്രം ചേരില്ല. സാരംഗേ, എനിക്ക് ലോകം തന്നെ അവനാ. അവനെന്തെങ്കിലും പറ്റിയാ താൻ ദുഃഖിക്കേണ്ടി വരും. ഞാൻ ഇറങ്ങാം മോളെ. ഫാദർ, ഞാനും കൂടെ വരാം. വേണ്ട. അമ്മ എങ്ങോട്ടാ? അമ്മ അരുണങ്കളിൽ എന്താന്ന് നോക്കിയിട്ട് വരട്ടെ. മോളെ, സ്നേഹ, സ്നേഹ. എന്താ അച്ഛാ? അരുണിന്റെ ബൈക്ക് ഏതോ വഴിയിൽ ആക്സിഡന്റ് നടന്ന അവസ്ഥയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അരുണിന് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. പോലീസ് അന്വേഷണത്തിലാണ്. എവിടെ അച്ഛാ? അറിയില്ല. ഏതോ കാട് പോലുള്ള സ്ഥലത്താണ്. എനിക്ക് ഫാദറിന്റെ അടുത്ത് വരെ ഒന്ന് പോണം. എന്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഓടിയെത്തുന്ന മനുഷ്യനാ. ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള കടമ എനിക്കുണ്ട്. ഞാനും വരാം. ഞാൻ നിർബന്ധിക്കുന്നില്ല. നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. അല്ലാതെ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ഞാൻ വരുന്നു. അരുൺ എന്താ പറ്റിയെന്ന് എനിക്കറിയണം. ഏറ്റവും അവസാനം ഇറങ്ങിപ്പോയത് ഇവിടെ നിന്നാണ്. അപ്പോഴത്തെ മാനസികാവസ്ഥ അറിയാലോ. ചത്തു കളയാനും തോന്നുന്ന ഒരു അവസ്ഥയിലാ. അങ്ങനെ തീരുമാനിച്ചോന്നറിയില്ല. അച്ഛൻ വരൂ, നമുക്ക് പോവാം. വാ. ആ അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ശരിക്കും അരുണങ്കൾ എന്താ പറ്റിയത്? ഐ ഡോണ്ട് നോ. ആ ഫാദർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാവൂ. അല്ല, അച്ഛൻ എന്തോ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാ. ദേ, നീ ഈ പറയുന്നത് ആരെങ്കിലും കേട്ടാ അച്ഛനൊരു കുറ്റവാളിയാവും. അച്ഛനെതിരെ നടപടിയാവും. പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോകും. പോലീസുകാരൊന്നും അച്ഛനെ പിടിക്കില്ല. അതിനുള്ള കണക്ഷൻസ് ഒക്കെ അച്ഛനുണ്ട്. അപ്പൊ അച്ഛനാണ് കുറ്റം ചെയ്തെന്ന് മോളെ ഉറപ്പിച്ചു അല്ലേ? അരുണങ്കളിനെ വേറെ ആരെന്ത് ചെയ്യാനാ? മോള് പോയി കിട. അരുണങ്കളിനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ അച്ഛനോട് അനുവാദം പോലും ചോദിക്കാതെ അമ്മ ഇറങ്ങിപ്പോയത് കണ്ടോ? അച്ഛനോടൊന്ന് ചോദിച്ചിട്ട് പോയാലെന്താ? അത്തരം ചടങ്ങുകളുടെ കാലമൊക്കെ കഴിഞ്ഞല്ലോ. അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം, നമുക്ക് നമ്മുടെ ഇഷ്ടം. ഉറപ്പല്ലേ? ഉറപ്പ്.
മോള് പോയി കിടന്നു. ഹലോ, എന്താടോ ചില വാർത്തകളൊക്കെ കേൾക്കുന്നു? ആ ഡോക്ടർ അരുണിനെ കാണാനില്ലെന്നോ മറ്റോ? ഞാനും അങ്ങനെ കേട്ടു. എന്റെ ഉപദേശം താൻ കേട്ടു, പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്ന് ഞാൻ കരുതിയില്ല. കുട്ടിച്ച, ഞാൻ പറയുന്നത് സത്യമാ. ഇക്കാര്യത്തിൽ എനിക്കൊരു അറിവുമില്ല. താനല്ലെങ്കിൽ പിന്നെ ആരാ? ഇനി തന്നോട് സ്നേഹമുള്ള മറ്റാരെങ്കിലും ചെയ്യിച്ചതാവോ? അങ്ങനെ ആരാ? ഞാൻ. കുട്ടിച്ച, ചെയ്തത് ഞാനാണോ? എനിക്ക് പരിചയമുള്ള പഴയൊരു ലോറി ഡ്രൈവറെ കൊണ്ടങ്ങ് ചെയ്യിച്ചു. എന്നിട്ട് തീർന്നിട്ടുണ്ടാവും എന്നതാണ് ആ ഡ്രൈവറുടെ മൊഴി. ആ കൊക്കയിലേക്ക് മറ്റേ വീണിട്ടുണ്ടാവും. താൻ പേടിക്കൊന്നും വേണ്ട. ഒരപകടം ഉണ്ടാക്കി ഇടിച്ച വണ്ടി നിർത്താതെ അങ്ങ് പോയി. നിത്യേന നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്ന വാർത്തകൾ പോലെ. ഡോക്ടർ അരുൺ അങ്ങനെ അവസാനിക്കും. എന്റെ പേരിൽ എന്തെങ്കിലും? ഇല്ല, നിയമപ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നും സാരംഗിനെ ബാധിക്കില്ല. എന്നാലും വേണ്ടായിരുന്നു കുട്ടിച്ച. അവസരങ്ങൾ ഉപയോഗിക്കുന്നവനാണ് ബുദ്ധിമാൻ. നിന്റെ മനസ്സ് കരഞ്ഞാൽ ആവുന്ന വിധത്തിൽ കുട്ടിച്ചൻ ആശ്വാസം തരും. ഇപ്പൊ ഇങ്ങനെയാണ് ആശ്വാസം തരേണ്ടതെന്ന് എനിക്ക് തോന്നി. നീ ഫോൺ വെച്ചോ. അധികം താമസിയാതെ ഒരു ഗുഡ് ന്യൂസ് നിന്നെ തേടി വരും. കുട്ടിച്ച, ചില കാര്യങ്ങള് നടവഴിയിൽ നിന്ന് വെട്ടിക്കളയണം. അത് നമ്മളെ ഏതെങ്കിലും തരത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ. ഡോക്ടർ അരുൺ നിന്റെ ശരീരമല്ല, മനസ്സാ മുറിച്ചത്. നിന്റെ കുടുംബത്തിന്റെ നെറുകയിൽ അവൻ ആണിയടിച്ചത്. അവനങ്ങ് പോട്ടെ, പോയിക്കോട്ടെ.